നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാണഞ്ചേരി പഞ്ചായത്തിലെ 4-ാം വാർഡ് താണിപ്പാടം ആയോട് പ്രദേശത്ത് കാട്ടാനയെത്തി കൃഷി നശിപ്പിച്ചു. നടത്തറ മൂർക്കനിക്കര കണ്ണാറ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത, യാത്രാ ദുരിതത്തിൽ ജനങ്ങൾ. മഴ പെയ്തതോടെ ചെളിക്കുളമായി റോഡ്. ലയൺസ് ഇന്റർനാഷണൽ 318Dയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലെ നിർധന രോഗികൾക്കുള്ള വിവിധ സഹായങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം MLA രാജൻ ജെ പല്ലൻ നിർവഹിച്ചു. വന്ദേ മാതരത്തെ എതിർക്കുന്ന സമീപനത്തിനെതിരെ ജനരോഷമുയരുമെന്ന് KK അനീഷ് കുമാർ. വാർത്തകൾ വിശദമായി. പാണഞ്ചേരി പഞ്ചായത്തിലെ 4-ാം വാർഡ് താണിപ്പാടം ആയോട് പ്രദേശത്ത് കാട്ടാനയെത്തി കൃഷി നശിപ്പിച്ചു. 2 ദിവസങ്ങളിലായി കാട്ടാന പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ്. വെട്ടിയക്കുന്നേൽ ഏലിയാസ്, കുന്നശ്ശേരി യാക്കോബ്, ചിറയിൽ ഷാജു, മനോജ് എന്നിവരുടെ തെങ്ങ്, വാഴ കൃഷികൾ നശിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായി മിനു ടീച്ചർ സ്ഥലം സന്ദർശിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലം പരിശോധിച്ചു. നടത്തറ മൂർക്കനിക്കര കണ്ണാറ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത, യാത്രാ ദുരിതത്തിൽ ജനങ്ങൾ. മഴ പെയ്തതോടെ ചെളിക്കുളമായി റോഡ്. നടത്തറ പാണഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നടത്തറ മൂർക്കനിക്കര കണ്ണാറ റോഡ് നിർമ്മാണം ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണികൾ എങ്ങുമെത്താത്ത അവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും കാന നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല. നിലവിലുണ്ടായിരുന്ന ടാറിംഗ് ഇളക്കി മാറ്റി മെറ്റൽ വിരിച്ചതോടെ ഇതുവഴിയുള്ള യാത്രാ ദുരിതം ഇരട്ടിയായി. ടാറിംഗ് നടത്താത്തതിനാൽ റോഡിൽ മെറ്റലുകളും മറ്റും ഇളകിമാറി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ തെന്നിമറിയുന്നതും അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവം. മഴ പെയ്തതോടെ പല സ്ഥലത്തും വെള്ളം കെട്ടിനിന്ന് റോഡ് ചെളിക്കുളമായ അവസ്ഥയിലായി. ഇതുവഴി കാൽനട യാത്ര പോലും സാധ്യമല്ല. നിരവധി സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ബസ്സുകളും സർവീസ് നടത്തുന്ന ഈ റോഡിലെ യാത്രാ ദുരിതം ഇരട്ടിയാണിപ്പോൾ. 36 കോടി രൂപയുടെ പദ്ധതി പ്രകാരമാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും മെല്ലെപ്പോക്കും ഓണക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര ദുരിതത്തിലാക്കി. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തത് മൂലം മൂർക്കനിക്കരടക്കമുള്ള പ്രദേശത്തെ ജനങ്ങളും വ്യാപാരികളും വലിയ പ്രതിസന്ധിയിലാണ്. കാന നിർമ്മാണം കഴിയാത്തതിനാൽ പല കടകളിലേക്കും കയറാൻ കഴിയില്ല. മൂർക്കനിക്കരയിലെ വലിയ ആഘോഷമായ ദേശക്കുമ്മാട്ടിയുടെ നടത്തിപ്പും ഇത്തവണ ചെളി നിറഞ്ഞ റോഡിലൂടെ നടത്തേണ്ട ഗതികേടിലാണെന്ന് സംഘാടകർ പറയുന്നു. എത്രയും വേഗം റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് നടത്തറ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിത് ചാക്കോ പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ VA കൃഷ്ണൻ, ജോയ്സൺ അച്ചാണ്ടി, കോൺഗ്രസ് നേതാവ് രാജേഷ് കുളങ്ങര എന്നിവരും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയിൽ ആശങ്ക അറിയിച്ചു. ലയൺസ് ഇന്റർനാഷണൽ 318Dയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലെ നിർധന രോഗികൾക്കുള്ള വിവിധ സഹായങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ MLA രാജൻ ജെ പല്ലൻ നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് കെ വാര്യർ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് താജ് പോൾ പനക്കൽ, ലേഡീസ് സർക്കിൾ സെക്രട്ടറി ബിസ്മി, ML ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. K രാധാകൃഷ്ണൻ സ്വാഗതവും കാർത്തിക് നന്ദിയും അറിയിച്ചു. 14-15 കാലഘട്ടത്തിൽ ഞാൻ മേയറായിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് സ്വാഭാവികമായിട്ടും ബഡ്ജറ്റിലൊക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട്. അങ്ങനെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പട്ടണത്തിലെ ഒരുപാട് പ്രമുഖ ആളുകളുമായി വ്യാപാര രംഗത്തുള്ളവര്, വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവര്, വിവിധ ക്ലബ്ബുകള്, അതുപോലെ തന്നെ സാമുദായിക നേതാക്കന്മാരോടൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. എന്തൊക്കെയാണ് നമ്മുടെ തൃശ്ശൂരിനെ കുറിച്ചുള്ള ഭാവി പരിപാടികൾ എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തട്ടിൽ പിതാവ്, നിങ്ങൾക്കറിയാം, തൃശ്ശൂർ അതിരൂപതയുടെ തട്ടിൽ പിതാവ് അന്ന് സഹായമെത്രാനായിരുന്നു. ആ തട്ടിൽ പിതാവിനെ കാണാൻ പോയപ്പോൾ തട്ടിൽ പിതാവ് പറഞ്ഞു, ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് രാജൻ പല്ലൻ യാഥാർത്ഥ്യമാക്കണം എന്ന് പറഞ്ഞു. ആ പദ്ധതി എന്ന് പറയുന്നത് വിശപ്പറിയാത്ത തൃശ്ശൂർ എന്ന പദ്ധതി നടപ്പാക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു ആശയം മുന്നിൽ വെക്കുകയുണ്ടായി. തുടർന്ന് ഞാൻ അന്ന് ബഡ്ജറ്റ് 2014 ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തി. തൃശ്ശൂർ കോർപ്പറേഷൻ
വിശപ്പറിയാത്ത തൃശ്ശൂർ എന്ന പദ്ധതി തൃശ്ശൂരിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം മാധ്യമങ്ങളിലെല്ലാം വളരെ വാർത്തയായി വന്നു. മാധ്യമങ്ങളിലുമൊക്കെ വളരെ പ്രാധാന്യത്തോടെ അത് എടുത്തു കാണിക്കുകയുണ്ടായി. ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ തൃശ്ശൂർ പട്ടണത്തിലെ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് മാധ്യമങ്ങൾ എഴുതുകയുണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ തൃശ്ശൂർ പട്ടണത്തിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് എനിക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയെങ്കിലും ഈ പരിപാടി മാത്രം പ്രഖ്യാപിച്ച പരിപാടി നടപ്പാക്കാൻ സാധിച്ചില്ല. വിശപ്പറിയാത്ത തൃശ്ശൂർ എന്ന പരിപാടി നടപ്പാക്കാൻ എനിക്ക് സാധിച്ചില്ല. ആ സാധിക്കാത്തത് പല കാരണങ്ങൾ കൊണ്ടുകൊണ്ട് സാധിച്ചില്ല. പിന്നീട് MK വർഗീസ് മേയറായതിനു ശേഷം ലയൺസ് ക്ലബ്ബാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്ന് സൂചിപ്പിക്കാനാണ് ഇതെല്ലാം ഞാൻ ആമുഖമായി പറഞ്ഞത്. കയ്യടിക്കണ്ട കൊടുക്കാൻ വേണ്ടി വിളിച്ച ആ കരി മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ചെക്ക് സൂപ്രണ്ട് കൈമാറണം. മനസ്സിലൊരു വിഷമ. അതുകൊണ്ട് ഞാനത് സ്ഥിരം പറയാറുണ്ട്, എന്റെ പീരിയഡിൽ ആരും കയ്യടിക്കും. വന്ദേ മാതരത്തെ എതിർക്കുന്ന സമീപനത്തിനെതിരെ ജനരോഷമുയരുമെന്ന് KK അനീഷ് കുമാർ. ഭാരതം മുഴുവൻ വന്ദേമാതരം പാടുമ്പോൾ കേരളത്തിൽ ജിഹാദികൾക്ക് കൂട്ടുപിടിച്ച് എതിർക്കുന്ന സമീപനമാണ് നടക്കുന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. BJP ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്ര സ്വാഭിമാന തിരംഗയാത്ര കിഴക്കേക്കോടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. സ്വാതന്ത്ര്യ സമര സേനാനികളെ വർഗീയവാദികളായി ചിത്രീകരിച്ച് ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് കേരളത്തിലെ LDF UDF സർക്കാരുകൾ തുടരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വീർ സവർക്കറെക്കുറിച്ച് ചോദ്യം ചോദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി ഇതിന്റെ പ്രതിഫലനമാണെന്നും വലിയ ജനരോഷമുയരുമെന്നും അനീഷ് കുമാർ പറഞ്ഞു. BJP ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്തിന് പതാക കൈമാറിയാണ് അനീഷ് കുമാർ യാത്ര ഉദ്ഘാടനം ചെയ്തത്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് KV ശ്രീധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ യാത്ര സമാപിച്ചു. ത്രിവർണ്ണ പതാകയേന്തി നൂറുകണക്കിന് ദേശസ്നേഹികൾ അണിനിരന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ V ആതിര, ജില്ലാ മീഡിയ കൺവീനർ ദിനേഷ് കുമാർ കരിപ്പേരിൽ, ജില്ലാ സെക്രട്ടറി മുരളി കുളങ്ങാട്ട്, സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, കൌൺസിലർമാരായ വിൻഷി അരുൺകുമാർ, മുംതാസ് ചിഞ്ചു, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ P നിമേഷ്, പ്രിയ അനിൽ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന തലത്തിൽ മുഴുവൻ മണ്ഡലത്തിലും BJP രാഷ്ട്ര സ്വാഭിമാന തിരംഗയാത്ര സംഘടിപ്പിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത്, മണ്ഡലം ഭാരവാഹികളായ സതീഷ് മേനോൻ, സന്തോഷ് കുമാർ, അമൃത ശ്രീജിത്ത്, വിനോദ് CG, ഗിരീഷ് കുമാർ P എന്നിവർ നേതൃത്വം നൽകി. ജീവനക്കാരുടെ ജീവനെടുക്കുന്ന മാനദണ്ഡ വിരുദ്ധ സ്ഥലം മാറ്റങ്ങൾ റദ്ദു ചെയ്യുക, ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും FSETOയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അന്യായവും മാനദണ്ഡ വിരുദ്ധവുമായ സ്ഥലം മാറ്റത്തിലൂടെ സംസ്ഥാനത്ത് ദീപ, ലേഖ, ആശാലത എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. തൃശൂർ കളക്ടറേറ്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് MLA സേബർ ചുറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. FSETO ജില്ലാ സെക്രട്ടറി E നന്ദകുമാർ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പ്രസിഡന്റ് സാജൻ ഇഗ്നേഷ്യസ് അധ്യക്ഷനായി. KGNA സംസ്ഥാന ട്രഷറർ സുധീഷ് കുമാർ, സംസ്ഥാന പ്രസിഡന്റ് K ഗിരിധർ, PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ലിജോ, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പ്രതീഷ് KR, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PCCG, NGO കേരള യൂണിയൻ ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ, സംസ്ഥാന കമ്മിറ്റി അംഗം RL സിന്ധു എന്നിവർ പങ്കെടുത്തു. സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ലവണ്ണം അറിയാം എന്നുകൂടി ബന്ധപ്പെട്ടവരെ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം നേരത്തെ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് ജീവനക്കാരുടെ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അത് ഉന്നയിക്കുന്നതിന് വേണ്ടി നടന്ന മാർച്ച് പരിശോധിച്ച് ആ മാർച്ചിൽ പങ്കെടുത്തവരെ കൂടി ചേർത്ത് അർത്ഥമുള്ള സ്ഥലം മാറ്റല് മെയ് മാസം 4-ാം തീയതി ഉച്ചതിരിഞ്ഞപ്പോ തുടങ്ങിയതാ. 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ഇത് ഇങ്ങനെ പറ്റുമോ എന്ന് ആലോചിക്കുമ്പോഴേക്കും അവരെ ഭീഷണിപ്പെടുത്തുക. ആ ഭീഷണിക്ക് വഴങ്ങിയവരുണ്ട്. ചിലരൊക്കെ തന്നെ NGO അസോസിയേഷൻ ഭരണ സൗകര്യാർത്ഥമുള്ള സ്ഥലം മാറ്റത്തിന്റെ ലിസ്റ്റ് അനുസരിച്ച് ഓർഡർ ഇട്ടവരുമുണ്ട്.
അപ്പൊ നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, പത്രക്കാര്, എന്തെങ്കിലും ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണകാലത്തുണ്ടായാൽ അതങ്ങനെ വല്ലാതെ വാർത്തയാക്കി ജനാധിപത്യ വിരുദ്ധമായി ജീവനക്കാർക്കെതിരായി എന്നൊക്കെ പറയുന്നവരൊരു അക്ഷരം മിണ്ടിയില്ല. അവര് പറഞ്ഞെന്തറിയോ, മുമ്പ് ഇങ്ങനെ നടന്നിരുന്നേന്ന്. എത്ര കൃത്യമായ രക്ഷാപ്രവർത്തനമാണ് കേരളത്തിലെ മാധ്യമങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യം മനസ്സിലാവുക. കഴിഞ്ഞ 10 കൊല്ലക്കാലം അങ്ങനെ ആയിരുന്നുവോ? ജീവനക്കാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ മാനദണ്ഡമുണ്ടാക്കി ആ മാനദണ്ഡത്തിന്റെ അനുസരിച്ച് പ്രത്യേകിച്ച് കമ്പ്യൂട്ടറൈസ് ചെയ്ത് അതിന്റെ സംവിധാനം അനുസരിച്ചുണ്ടായ സ്ഥലം മാറ്റ സംവിധാനങ്ങളില് എത്രയോ പ്രയാസങ്ങൾ സംഘടനാപരമായൊക്കെ തന്നെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ചേലക്കോട്ടുകര ശ്രീ മഹേശ്വര ക്ഷേത്ര സന്നദ്ധിയിൽ കർക്കിടക ബാവുബലി ദിനം ഭക്തിസാന്ദ്രമായി നടത്തി. മേൽശാന്തി മനോജ് ശാന്തിയുടെ നേതൃത്വത്തിൽ ബലിതർപ്പണം ക്ഷേത്രം പ്രസിഡന്റ് KU വേണുഗോപാൽ, സെക്രട്ടറി OK സത്യൻ, ട്രഷറർ സ്വരൂപ് ചന്ദ്രൻ, വിജയൻ പുളിക്കൽ, വത്സു കല്ലേപ്പിള്ളി, ബാലകൃഷ്ണൻ കുളങ്ങര, ജനാർദ്ദനൻ കരിപ്പായി, ക്ഷേത്രം മാതൃസമിതി അംഗങ്ങൾ, ഉത്സവം കാവടി ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൌകര്യവും ഉറപ്പുവരുത്തി. ബലിതർപ്പണത്തിന് വന്ന എല്ലാ ഭക്തർക്കും ലഘുഭക്ഷണം നൽകിയ സേവാഭാരതി പ്രവർത്തകർക്കും ക്ഷേത്രം ഭാരവാഹികളുമായി സഹകരിച്ച ഭക്തജനങ്ങൾക്കും ഭരണസമിതി നന്ദി അറിയിച്ചു. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ശക്തൻ തമ്പുരാൻ നിർമ്മിച്ചു നൽകിയ മാർത്ത് മറിയം വലിയ പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഓർമ്മ പെരുന്നാൾ 3 ദിവസങ്ങളിലായി ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച വിശുദ്ധ കുർബാന, വൈകിട്ട് സ്ലീവാരാധന, നേർച്ച, ആശീർവാദം, വിവിധ ഇനം പച്ചക്കറി വിത്തുകളും സൗജന്യമായി നൽകും. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന, വൈകിട്ട് റംഷ പ്രാർത്ഥന, ഭക്തി നിർഭരമായ മെഴുകുതിരി പ്രദക്ഷിണം. ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 7-ന് പെരുന്നാൾ വിശുദ്ധ കുർബാന. തുടർന്ന് സ്വാതന്ത്ര്യദിനാഘോഷവും പരിശുദ്ധ കന്യക മാർത്തമറിയത്തിന്റെ നേർച്ച സമൂഹ സദ്യ ആശീർവാദവും നടക്കും. രാവിലെ 9 മുതൽ 1 മണി വരെ ഇടവകയിലെ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ, സൗജന്യ നേത്ര പരിശോധന, രക്തപരിശോധന, കേൾവി പരിശോധന, ദന്തരോഗ നിർണയം, ആയുർവേദം, കേശദാനം എന്നീ ക്യാമ്പുകളും ഉണ്ടായിരിക്കും. ഇനി ഒരു ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. രാഷ്ട്ര സ്വാഭിമാൻ യാത്രയ്ക്ക് പീച്ചിയിൽ ആവേശകരമായ തുടക്കം. ഭാരതീയ ജനതാ പാർട്ടി പീച്ചി മണ്ഡലം അധ്യക്ഷൻ പ്രശാന്ത് NH നയിക്കുന്ന രാഷ്ട്ര സ്വാഭിമാൻ യാത്ര പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ചു. BJP മധ്യമേഖല ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ K ദിവാകരൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ സെൽ കോർഡിനേറ്റർ പ്രണീഷ് NH, മണ്ഡലം ഏരിയ ഭാരവാഹികൾ, വാർഡ് മെമ്പർമാർ, BJP പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് യാത്ര പീച്ചി റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. പീച്ചി ഏരിയ പ്രസിഡന്റ് പ്രവീൺ രാജു സമാപന സമ്മേളനത്തിൽ നന്ദി അറിയിച്ചു. നമുക്ക് ഒരേ സ്വരം
BJP PG മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രശാന്തൻ നയിക്കുന്ന രാഷ്ട്രസ്വാഭിമാനത്തോടെ യാത്രയാണ് ഈ വാഹനത്തിൽ കൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയും അഭിമാനത്തിനും നമുക്ക് ഭാരതീയ ജനതാ പാർട്ടി യാത്രയാണ് ഈ വാഹനത്തിൽ കൊണ്ടുവരുന്നത്. മണ്ണുത്തി ചിറക്കക്കോട് റോഡിൽ കശുമാവിൻ മൂലയിൽ ലോറി ഇടിച്ച് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തൂണ് ഒടിഞ്ഞു വീണ് ഗതാഗതം സ്തംഭിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ സമീപത്തെ കല്ലുകടയിലേക്ക് നിറയെ കല്ലുമായി വന്ന ലോറി തിരിക്കുന്നതിനിടയിലാണ് ഹൈമാസ്റ്റ് ലൈറ്റ് തകർത്തത്. സ്ഥലം MLA രാജൻ കഴിഞ്ഞ കൊല്ലം സ്ഥാപിച്ചതാണ് ഈ ലൈറ്റ്. ഇതുമൂലം ചിറക്കക്കോട് മാടക്കത്തറ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരിച്ചുവിട്ടു. രാവിലെ വലിയ ക്രെയിൻ എത്തിച്ച് ഗതാഗത തടസ്സം ഒഴിവാക്കി. KCB ജീവനക്കാരും പോലീസും നാട്ടുകാരും സഹായത്തിനെത്തി. 6 ചക്രത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ സഞ്ചരിക്കരുത് എന്ന് ബോർഡ് വച്ചിരിക്കുന്നത് 10 ചക്രമുള്ള വാഹനത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ടുകൂടിയാകാം ആ ബോർഡും ഒരു ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തൂണും തകർത്തത് എന്ന് വേണം കരുതാൻ. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി BJP തൃശൂർ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്ര സ്വാഭിമാൻ പദയാത്ര നടത്തി. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റും കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി ലീഡറുമായ രഘുനാഥ് സി മേനോൻ നേതൃത്വം നൽകി. അയ്യന്തോൾ അമർജവാൻ പാർക്കിൽ നിന്ന് പടിഞ്ഞാറേക്കോട്ടയിലേക്കാണ് പദയാത്ര നടന്നത്. വീരസ്മരണകൾ ഉറങ്ങുന്ന അമർജവാൻ സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തി തുടക്കമായി. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു. എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിൻ മഹാദേവ്, തൃശൂർ വെസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മുരളീനാഥ് NP, കൃഷ്ണമോഹൻ AV, നേതാക്കളായ സൗമ്യ സുരേഷ്, പൂർണിമ സുരേഷ്, കൌൺസിലർമാരായ വിനോദ് കൃഷ്ണ, അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ എന്നിവർ നേതൃത്വം നൽകി. ദേശീയ പതാക ഏന്തി നിരവധി പ്രവർത്തകർ പദയാത്രയിൽ അണിനിരന്നു. പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിലവിൽ സൗജന്യ ടോൾ പാസ് അനുവദിച്ചിട്ടുള്ള വാഹന ഉടമകൾ 3 മാസത്തിലൊരിക്കൽ പാസ് പുതുക്കണമെന്ന നിബന്ധന ഒഴിവാക്കുന്നു. ആവശ്യമായ രേഖകൾ ഒരു തവണ സമർപ്പിച്ചാൽ മതി. പാലക്കാട് ജില്ലാ കളക്ടർ, ജനപ്രതിനിധികൾ, ദേശീയപാത അധികൃതർ എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ടോൾ പ്ലാസയിൽ നിന്ന് 7.5 കിലോമീറ്റർ പരിധിയിലുള്ള 5 പഞ്ചായത്തുകളിലെ താമസക്കാർക്ക് പുതുതായി വാങ്ങുന്ന വാഹനങ്ങൾക്കും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്കും നിയമാനുസൃത സൗജന്യ ടോൾ പാസ് അനുവദിക്കും. 4 ചക്ര വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓട്ടോറിക്ഷകളെയും സാധാരണ ഓട്ടോറിക്ഷകളായി പരിഗണിച്ച് സൗജന്യ ടോൾ പാസ് അനുവദിക്കും. ദേശീയപാത 544 സർവീസ് റോഡുകളുടെയും മേൽപ്പാലങ്ങളുടെയും നിർമ്മാണ പുരോഗതിയും കാൽനടക്കാരുടെ സുരക്ഷയും ചർച്ച ചെയ്യപ്പെട്ടു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ വാണിയംപാറയിൽ കാർ ഡിവൈഡറിലിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ സിഗ്നലുകൾ ഇല്ലാത്തതാണ് അപകടത്തിനിടയാക്കിയത്. 20 മിനിറ്റുകൾക്ക് ശേഷമാണ് കാറിൽ കുടുങ്ങിയ ആളുകളെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. കുറുക്കഞ്ചേരി സ്വദേശികളായ പ്രവീൺ, ഉണ്ണിമായ എന്നിവർക്കാണ് പരിക്ക്. അപകട സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്ന കൈക്കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മറ്റൊരിടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹരോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, fully automatic മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory. വാർത്തകളിലേക്ക് വീണ്ടും. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബസ് കാത്തുനിന്ന യാത്രക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയ സാഹചര്യത്തിലാണ് മരിച്ച നിലയിൽ കണ്ടത്. തെക്കുംകര സ്വദേശി ബഷീറാണ് മരണപ്പെട്ടത്. വടക്കാഞ്ചേരിയും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ നിരവധി ആളുകളാണ് അലഞ്ഞു തിരിഞ്ഞ് ബസ് സ്റ്റോപ്പുകളിലും മറ്റും അന്തിയുറങ്ങുന്നത്. ഇത് ബസ് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ വെച്ച് സഹതടവുകാരനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ 2025 വധശ്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന അഴീക്കോട് സ്വദേശി ഐവേലിക്കകത്ത് വീട്ടിൽ മുഹമ്മദിനെ സെല്ലിൽ വെച്ച് ആക്രമിച്ച കേസിലാണ് സഹതടവുകാരൻ അറസ്റ്റിലായത്. പ്ലാക്കിൽ വീട്ടിൽ ഐവൻ ആന്റണിയാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു. കേസിൽ പ്രതിയായ ഐവൻ ആന്റണിയെ കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തി. ഇരിങ്ങാലക്കുട കൂരച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മറ്റു കേസുകളിലും ഇയാൾ പ്രതിയാണ്. 5ഓളം ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. പിച്ച് NDPS നിയമപ്രകാരം 3 മയക്കുമരുന്ന് കേസുകളടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ലിജിനെ 1 വർഷത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലാക്കി. മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്നവരെ പിച്ച് NDP ആക്ട് പ്രകാരം തടവിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് 3 മയക്കുമരുന്ന് കേസുകളടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പാവറട്ടി എളവള്ളി സ്വദേശി പാമ്പിങ്ങൽ വീട്ടിൽ ലിജിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ജയിലിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സെൻട്രൽ ജയിലിലെത്തിച്ച് ഉത്തരവ് നടപ്പിലാക്കി. ഇയാൾ സൂക്ഷിച്ച 21.390 കിലോഗ്രാം ഗഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. തമിഴ്നാട് തിരുവള്ളൂർ ഗുമിടിപുണ്ടി പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ മറ്റു കേസുകളുണ്ട്. പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 തട്ടിപ്പ് കേസിലും അടിപിടി കേസിലും ക്രിമിനൽ കേസുകളിലും ലിജിൻ പ്രതിയാണ്. മാടക്കത്ര വൈശ്യപ്പാട്ട് ശങ്കരൻ എഴുത്തച്ഛന്റെ മകൻ ഗോപാലൻ അന്തരിച്ചു. 81 വയസ്സ്. സംസ്കാരം നടന്നു. ബേബിയാണ് ഭാര്യ. ബിനീഷ്, ബിനിത എന്നിവർ മക്കളും ബാലു മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാണഞ്ചേരി പഞ്ചായത്തിലെ 4-ാം വാർഡ് താണിപ്പാടം ആയോട് പ്രദേശത്ത് കാട്ടാനയെത്തി കൃഷി നശിപ്പിച്ചു. നടത്തറ മൂർക്കനിക്കര കണ്ണാറ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത, യാത്രാ ദുരിതത്തിൽ ജനങ്ങൾ. മഴ പെയ്തതോടെ ചെളിക്കുളമായി റോഡ്. ലയൺസ് ഇന്റർനാഷണൽ 318Dയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലെ നിർധന രോഗികൾക്കുള്ള വിവിധ സഹായങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം MLA രാജൻ ജെ പല്ലൻ നിർവഹിച്ചു. വന്ദേ മാതരത്തെ എതിർക്കുന്ന സമീപനത്തിനെതിരെ ജനരോഷമുയരുമെന്ന് KK അനീഷ് കുമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.